അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോ. എന്തുകൊണ്ടാണ് വിരാട് കോഹ്ലി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത്? ഓക്കെ, പിന്നെ രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, സച്ചിനും കോഹ്ലിയും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാ? ഓക്കെ, വിരാട് കോഹ്ലി ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിട്ടില്ലാണ്. ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നാണ് വിരമിച്ചിട്ടുള്ളത്. വിരാട് കോഹ്ലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്ന കാലം മുതൽ ഒരു അഗ്രസീവായിട്ട് കളിക്കുന്നൊരു കളിക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് സ്വന്തം കഴിവിനെ കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. വിരാട് കോഹ്ലി കളിക്കാൻ വരുന്ന സമയത്ത് സച്ചിൻ തെണ്ടുൽക്കർ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ സച്ചിന് മാതൃകയായിട്ടാണ് കോഹ്ലി വരുന്നത്. അതുകൊണ്ട് എന്താ പറയുക, സച്ചിൻ്റെ റെക്കോർഡുകൾ സച്ചിൻ എന്നുള്ളൊരു പേര് നിലനിൽക്കുന്ന സമയത്ത് വരുമ്പോൾ സച്ചിൻ്റെ മുകളിലേക്ക് പോകണം എന്നുള്ള തരത്തിലുള്ള മൂവ്മെൻറ്റ്സിലാണ് വിരാട് കോഹ്ലിയുടെ രംഗപ്രവേശനം. അതുകൊണ്ട് മാക്സിമം അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി 100% അദ്ദേഹം പുറത്തെടുത്തിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം വളരെയധികം മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ടെസ്റ്റിൽ ജയം നേടിയ ഒരു ക്യാപ്റ്റനും കൂടി എന്ന് പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ വൺ ഡേയിൽ ശരിക്കും പറഞ്ഞാൽ വളരെയധികം മുന്നിലാണ് അദ്ദേഹം. വളരെയധികം ലോകത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു വൺ ഡേ ക്രിക്കറ്റർ എന്നുള്ള തരത്തിലേക്ക് വിരാട് കോഹ്ലി നിലനിൽക്കുന്നു. 2020 ഫോർമാറ്റിൽ നല്ല രീതിയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിരഞ്ഞെടുത്ത സമയം വളരെ നല്ല സമയമാണ്. കാരണം നമ്മൾ പറയില്ലേ, സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്താമെന്ന് പറയുന്നത്. കാരണം ഒരാൾ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്താമെന്ന്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല സമയം കഴിഞ്ഞ് ഒരു പക്ഷേ ലേശം പുറകിലേക്ക് പോകുന്ന സമയമാണ്. അത്തരം സമയം ആയതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം നല്ല സൗണ്ടായിട്ടും നല്ല പേരും പ്രശസ്തി നിൽക്കുന്നതുകൊണ്ട് വിരമിച്ചത് വളരെ നന്നായി എന്നുള്ളതാണ് അദ്ദേഹം വിരമിച്ചതിനൊരു പറയുള്ളത്. പിന്നെ നമ്മൾ രണ്ടാമത്തെ ചോദ്യം, സച്ചിനും വ്യത്യാസം എന്താണെന്നുള്ളത്, അതേപറ്റി പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ടൊരു ഉദാഹരണം പറയും. നമ്മൾ മെസ്സിയും റൊണാൾഡോയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, മെസ്സിയുടെ കളി എന്ന് പറഞ്ഞാൽ സ്വതസിദ്ധമായ ഒരു ജന്മസിദ്ധമായ ഒരു ഫുട്ബോളായിട്ടുള്ള കളിയാണ്. കളിയുമായി ലയിച്ച് ചേർന്ന് ഒഴുകി പോവാണ്. റൊണാൾഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടും സ്കില്ല് കൊണ്ടും എന്താ പറയുക, ഈ പരിശ്രമം കൊണ്ടും ആണ് അദ്ദേഹം ഉന്നതമായ ലെവലിലേക്ക് എത്തിയത്. അപ്പോൾ മെസ്സിയുടെ കളി ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, റൊണാൾഡോയുടെ കളി ശ്രദ്ധിച്ച് രണ്ടാളും വളരെ കഴിവുള്ള കളിക്കാരാണ്. പക്ഷെങ്കിലും സച്ചിനെ സംബന്ധിച്ചിടത്തോളം സച്ചിൻ്റെ 100% കഴിവ് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ, വിരാട് കോഹ്ലി 100% കഴിവ് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ, സിദ്ധിപരമായി നോക്കുമ്പോൾ സച്ചിനാണ് മുകളിൽ നിൽക്കുന്നത്. കാരണം സച്ചിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളി തുടങ്ങുന്ന സമയത്ത് അന്നത്തെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമായ അവസ്ഥയായിരുന്നു. സച്ചിനില്ലെങ്കിൽ വേറെ ആരും ഇല്ലാത്ത അവസ്ഥയാണ്. ആ അവസ്ഥയിലാണ് ഒരു 10-25 വർഷം ഇന്ത്യയെ കൊണ്ട് പോയി എത്തിച്ചത്. വിരാട് കോഹ്ലി രംഗത്ത് വരുന്ന സമയത്ത് തന്നെ വളരെയധികം കഴിവുള്ള കളിക്കാർ ഓൾറെഡി ടീമിൽ എത്തപ്പെട്ടു. അതുകൊണ്ട് സച്ചിനെ കോഹ്ലിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആ കാലഘട്ടം കൂടി കമ്പയർ ചെയ്യുന്നു. കോഹ്ലി വരുന്ന സമയത്ത് കോഹ്ലിക്ക് ഒപ്പം കളിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്, നല്ല ബൗളേഴ്സ്, ബുംറ പോലെയുള്ള ബൗളേഴ്സ് ഉണ്ടെന്ന്. അതുകൊണ്ട് ഇന്ത്യക്ക് വളരെ ഒരു ഇന്ത്യക്ക് അനുകൂലമായ ലോക ക്രിക്കറ്റിൽ ഇന്ത്യക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സച്ചിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നില്ല. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും 1ാം സ്ഥാനം 2ാം സ്ഥാനം നിൽക്കുന്ന ഒരു ടീം ആയിരുന്നില്ല. ഇപ്പോഴും 4ാം സ്ഥാനം 5ാം സ്ഥാനം നിൽക്കുന്ന ഒരു ടീമാണ്. ആ കാലഘട്ടത്തിലാണ് സച്ചിൻ എന്നുള്ള ഒരൊറ്റ പേരിലാണ് ഇന്ത്യ ലോകത്തിന് മുന്നിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ പലരും ഒന്ന് സച്ചിനാണോ കോഹ്ലിയാണോ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് വളരെ തെറ്റാണ്. കാരണം റൊണാൾഡോ ആണോ മെസ്സിയാണോ വലുതെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം റൊണാൾഡോയുടെ കഴിവ് വെച്ച് റൊണാൾഡോ 100% അദ്ദേഹത്തിൻ്റെ കഴിവ് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. മെസ്സിയുടെ മറ്റൊരു ശൈലിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിൽ ആരാണ് മികച്ചതെന്ന് പറയണതിൽ ഓരോ കാലഘട്ടത്തിൻ്റെ മാറ്റം കൂടി നമ്മൾ കാണുമ്പോൾ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ സച്ചിൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കളിയുടെ യഥാർത്ഥ തലം വെച്ച് നോക്കുമ്പോൾ കോഹ്ലി സച്ചിനേക്കാളും ഒരു കൂടി താഴെയാണെന്ന് തന്നെയാണ് നമുക്ക് പറയുന്നത്. കാരണം സച്ചിൻ ടെസ്റ്റ് ക്രിക്കറ്റിലും വൺ ഡേയിലും 2020-ലും IPL-ലും അതുപോലെ ആഭ്യന്തര ക്രിക്കറ്റിലും എല്ലാത്തിലും ഒരുപോലെ തിളങ്ങി നിന്ന താരമായിരുന്നു. അദ്ദേഹം വിരമിച്ച് കഴിഞ്ഞതിന് ശേഷം IPL കളിക്കുമ്പോഴും
അവസാന സമയം വരെ അദ്ദേഹം ഫോമിൽ തന്നെയായിരുന്നു. സച്ചിൻ നമ്മൾ കളി തുടങ്ങിയ സമയത്തും കളി അവസാനിക്കുന്ന സമയത്തും ഒരേ ഫോമായിരുന്നു. കോഹ്ലിയുടെ സംബന്ധിച്ച് പ്രായം സച്ചിൻ വിരമിക്കുന്ന സമയത്തുള്ള പ്രായമായിട്ടില്ല, എങ്കിലും കോഹ്ലിയുടെ കഴിവിൻ്റെ പരമാവധി പുറത്തേക്ക് എടുത്ത് വരുമ്പോൾ അവസാന സമയമാകുമ്പോൾ കോഹ്ലിയുടെ എന്താ പറയുക, നമുക്ക് തന്നെ ഒരു പൂർണ്ണത കുറവുള്ള പോലെ ഒരു ഫീൽ കുറേശ്ശെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കോഹ്ലി വിരമിച്ചത് വളരെ നന്നായി. ഏറ്റവും നല്ല സമയത്ത് നല്ല പേര്, നല്ല പ്രശസ്തി എല്ലാം കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന സമയം മാത്രമല്ല, 2020 നിറഞ്ഞു നിൽക്കുന്നു, വൺ ഡേയിൽ നിറഞ്ഞു നിൽക്കുന്നു, ടെസ്റ്റിൽ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ നല്ല നല്ല സമയത്ത് ഉചിതമായ ഒരു തീരുമാനം എടുത്തു എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാലും തുടർന്നുള്ള കാലഘട്ടത്തിലും കോഹ്ലി വൺ ഡേയിൽ നിറഞ്ഞാടട്ടെ, IPL നിറഞ്ഞാടട്ടെ. കോഹ്ലിയുടെ കളികൾ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പുതിയ പുതിയ ക്രിക്കറ്റ് താരങ്ങൾ വീണ്ടും വീണ്ടും ഇന്ത്യയിൽ ഉദയം ചെയ്യട്ടെ. ഇന്ത്യ ലോകത്തിലെ ക്രിക്കറ്റ് ശക്തിയായിട്ട് മാറട്ടെ. അത്രയാണ് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ.